അടുത്തിടെ പറ്റിയ ഒരു അബദ്ധത്തിന്റെ കഥയാണിത്. റീൽസിലും ഷോർട്സിലൊക്കെ കണ്ട് കൊതി തോന്നിയിട്ടാണ് നമ്മൾ ബി11ലോട്ട് പോയത്. അൽവാദ മോളിന്റെ അടുത്തുള്ള ബി11ആണിത്. ഐസ്ക്രീം ഒരു രക്ഷയുണ്ടായിരുന്നില്ല. പിസ്താഷ്യം ചീസ് കേക്കും മസ്റ്റ് ട്രൈ ആണ്. പിന്നെ ഈ സാധനത്തിന്റെ പേര് ഞാൻ പറഞ്ഞിട്ടും വലിയ ഗുണമൊന്നുമില്ല. വായി കൊള്ളാത്ത പേരും വായി വെക്കാൻ പറ്റാത്ത ടേസ്റ്റുമായിരുന്നു. എൻ്റെ അപ്പുറത്തിരിക്കുന്നതാണ് കേട്ടോ ഇന്നത്തെ ഗസ്റ്റ്. നമ്മുടെ കസിനാണ് ദേവ. ആള് കാണുന്ന പോലെ ഒന്നല്ല കേട്ടോ, വലിയ ഫുഡ് ടെക്നോളജി ഒക്കെ പഠിച്ച വലിയ ആളാ. സാധാരണ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ വയറും തങ്ങിയിരിക്കുന്നത് ഞാൻ ഇത് കഴിച്ചിട്ട് തലയ്ക്കും കൈ കൊടുത്താണ് ഇരുന്നത്. ഈ സാധനം ആക്ച്വലി ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. എന്താ ഏതാന്നൊന്നും അറിഞ്ഞിട്ടില്ല, സംഭവം അവൻ എന്തായാലും ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. ഇനി ആടിപ്പാടി ഡാൻസും കളിച്ചു വരുന്ന സാധനം ഓർഡർ ചെയ്ത് നമ്മുടെ ആഷിർ മാമനാണ്. പാവം മാംഗോന്റെ എന്തോ സാധനം ഉണ്ട്, നല്ല ടേസ്റ്റാന്നും പറഞ്ഞ് വാങ്ങിയതായിരുന്നു. പക്ഷെ അതിന്റെ മുകളിൽ ഉള്ള മാങ്ങ ശരിക്കും പറഞ്ഞാല് കേടായ പോലെ ഉണ്ടായിരുന്നു. ചെറുതായിട്ട് നമ്മളൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നില്ല. മുന്നേ കഴിച്ചത് പിന്നെയും ടേസ്റ്റ് ഉണ്ടായിരുന്നു തോന്നി. ഇത് തീരെ ടേസ്റ്റ് ഇല്ലാത്ത സാധനമായിരുന്നു. ഞാൻ എന്നത്തെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണേന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല സത്യം പറഞ്ഞാൽ. വീഡിയോ കണ്ടിട്ട് ഞാൻ കുറേ ആലോചിച്ചു എന്തായിരുന്നു എൻ്റെ എക്സ്പ്രഷൻ്റെ ഉദ്ദേശം എന്നുള്ളത്. ഇന്ത്യൻസിനെ ഇവിടെ പോയി കഴിഞ്ഞാൽ ഇത് ഇഷ്ടപ്പെടാൻ വളരെ ചാൻസ് കുറവാണ്. ഇതൊരു ലെബനീസ്, അറബിക് അങ്ങനെയൊക്കെ ഒരു ടച്ചുള്ള ഒരു ഫുഡാണ്. അങ്ങനത്തെ ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്ന ടീംസ് ആണെങ്കിൽ പോയിട്ട് കാര്യമുള്ളൂ. പിന്നെ സംഗതിക്ക് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ഐസ്ക്രീമിന് എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ബാക്കി രണ്ടെണ്ണവും 23-24 അറൗണ്ട് ആ ഒരു റേറ്റാണ്. പോയി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ ഞാൻ എന്തായാലും പറയില്ല. പോവാൻ നിൽക്കരുതെന്നേ ഞാൻ പറയുള്ളൂ.